ഇന്ത്യ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ നിശബ്ദമായ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട്. അത് സ്ത്രീകളുടെ കടബാധ്യതയാണ്. ദ വയർ പ്രസിദ്ധീകരിച്ച പുതിയ പഠന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന കടക്കിണിയുടെ ഭാരം പ്രധാനമായും ചുമക്കുന്നത് സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ ഈ കടക്കിണിയിൽ അകപ്പെടുന്നത്? 15 സംസ്ഥാനങ്ങളിലായി 6000-ലധികം സ്ത്രീകളിൽ നടത്തിയ പഠനമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവയാണ്. വരുമാനവും കടവും തമ്മിലുള്ള അന്തരം. സർവേയിൽ പങ്കെടുത്ത 40% സ്ത്രീകൾക്കും 50,000 രൂപയ്ക്ക് മുകളിൽ കടബാധ്യതയുണ്ട്. എന്നാൽ ഇവരുടെ ശരാശരി കുടുംബ വരുമാനം പ്രതിമാസം 10,000 രൂപയിൽ താഴെ മാത്രമാണ്. മൈക്രോ ഫിനാൻസ് കെണികൾ. പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കാൻ തുടങ്ങിയ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ഇന്ന് പലപ്പോഴും കടക്കിണിയുടെ ഉറവിടമായി മാറുന്നു. പലരും ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ മറ്റൊരു ലോൺ എടുക്കുന്ന ഡെബ് ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഈ ബാധ്യത ഏൽക്കുന്നത്? കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സ, നിത്യച്ചെലവുകൾ എന്നിവയ്ക്കായി സ്ത്രീകൾ പണം കണ്ടെത്താൻ നിർബന്ധിതരാകുന്നു. വീട്ടുജോലികളും കൂലി കുറഞ്ഞ ജോലികളും ചെയ്യുന്ന സ്ത്രീകൾക്ക് കൃത്യമായി വരുമാനമില്ലാത്തത് തിരിച്ചടവിനെ ബാധിക്കുന്നു. സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും ചിട്ടികളിൽ നിന്നും ഉയർന്ന പലിശയ്ക്ക് പണമെടുക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷവും ഈ സാഹചര്യം കൂടുതൽ വഷളായിരിക്കുകയാണ്. കടം വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ല, അത് സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക അന്തസ്സിനെയും ബാധിക്കുന്നു. തിരിച്ചടവ് മുടങ്ങുമ്പോൾ മൈക്രോ ഫിനാൻസ് ഏജന്റുമാരിൽ നിന്ന് ഭീഷണികൾ, സാമൂഹികമായ ഒറ്റപ്പെടുത്തൽ, കുടുംബകലഹങ്ങൾ എന്നിവ പലരെയും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്നു. പലപ്പോഴും വീടിന്റെ ആധാരമോ സ്വർണമോ പണയം വെച്ചാണ് ഇവർ ഈ ബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുന്നത്. ഇതാ കുടുംബത്തെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നു. ഇതൊരു ചെറിയ പ്രശ്നമല്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പകുതിയോളം വരുന്ന സ്ത്രീ സമൂഹം കടക്കിണിയിലാകുന്നത് നമ്മുടെ വികസനത്തിന് തന്നെ ഭീഷണിയാണ്. കേവലം വായ്പകൾ നൽകുന്നതിലുപരി സ്ത്രീകൾക്ക് സുസ്ഥിരമായ വരുമാന മാർഗങ്ങൾ ഉറപ്പാക്കുകയാണ് വേണ്ടത്. പലിശ നിരക്കുകൾ നിയന്ത്രിക്കാനും ചൂഷണം തടയാനും കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം.